ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് ഓർത്തു. മോയ്സ്ചറൈസർ ഇട്ട് ഫേസ് സെറ്റാക്കി ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പോൺസിൻ്റെ BB ക്രീമാണ്. ഞാൻ ഏത് ഫംഗ്ഷന് പോകുമ്പോഴും ഫേസിൽ BB ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഈവനിങ് വരെ സെയിം പെർഫെക്ഷനിൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തന്നെ നിൽക്കും. ഇത് വാങ്ങുമ്പോൾ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും നോക്കി നമ്മൾ വാങ്ങിക്കണം. ഫേസിലും ഞെക്കിലും ഒരേപോലെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തത്. BB ക്രീം അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് ഞാൻ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചീക്സിലും ന്യൂസിലും ഡോട്ട്സ് ഇട്ട് ബ്ലെൻഡ് ചെയ്യണം. ബ്ലഷ് ഇല്ലാത്തവർക്ക് ലിപ്സ്റ്റിക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡറാക്കിയ NYBയുടെ ഹൈലൈറ്ററാണ്. ഇത് ഫേസ് ഗ്ലോ വരാനാണ് മിക്കവരും യൂസ് ചെയ്യാറ്. ഞാൻ ബ്ലഷിൻ്റെ മുകളിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം ഞാനിത് ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്താൽ ചതിക്കാത്ത ചന്തു മൂവിയിലെ സലീം കുമാറിനെ പോലെ ഇരിക്കും. ഹൈലൈറ്ററൊക്കെ ഇട്ട് പിന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാക്മിയുടെ ഐഷാഡോ ആണ്. ഒരു കോഫി കളർ ഡ്രസ്സ് ആയതുകൊണ്ട് സെയിം ലൈറ്റ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ഐഷാഡോ ഒക്കെ ഇട്ട് ഞാൻ ഇന്നലെ പുതുതായി വാങ്ങിയ ഐലൈനറാണ് എഴുതുന്നത്. കണ്ണെഴുതുമ്പോൾ ഞാൻ നല്ലതുപോലെ വാലിട്ടാണ് എഴുതാറ്. വാലിടുമ്പോൾ മുഞ്ചു കൂടും എന്നാണ് കേട്ടേക്കുന്നത്. അങ്ങനെ ഐലൈനറൊക്കെ എഴുതിയ ഞാൻ നെക്സ്റ്റ് ഷുഗർ പോപ്പിൻ്റെ കാജലാണ് എഴുതുന്നത്. ഈ ഒരു കാജൽ ഞാൻ എപ്പോഴാണ് മേക്കപ്പ് കഴുകി കളയുന്നത് അത്രയും നേരം കണ്ണിൽ തന്നെ നിൽക്കും. അങ്ങനെ കണ്ണൊക്കെ എഴുതി സുന്ദരിയായ ഞാൻ ലിപ്സ്റ്റിക് ഇടാനാണ് പോകുന്നത്. അതിനു മുന്നേ ലിപ് കെയറായ ഡൈഗയുടെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ മന്ത് എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് കൊണ്ട് നല്ലതുപോലെ അങ്ങ് വാരി കോരി അങ്ങ് തേച്ചു. ലിപ്സ്റ്റിക് എപ്പോഴിട്ടാലും മെബിലേൻ്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടും ഞാൻ. കെമിക്കൽ ലിപ്സ്റ്റിക് ഓവറായി യൂസ് ചെയ്യുന്നവർക്ക് ക്യാൻസർ വരുമെന്നുള്ളൊരു ന്യൂസ് കേട്ടതിൽ പിന്നെ മാമായത്തിൻ്റെ നാച്ചുറൽ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. പേടിച്ചിട്ടൊന്നുമല്ല, സത്തുപോകും, എന്നാലും ലേറ്റായിട്ട് പോകട്ടെ എന്നോർത്ത. അങ്ങനെ ഫേസിലെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഫൈനൽ ലാക്മിയുടെ മസ്കാരയാണ് യൂസ് ചെയ്തത്. ഐലാഷിലും ഐബ്രോസിലും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഫൈനലി ഫേസിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ മിൻട്രയിൽ നിന്ന് ഓർഡറാക്കിയ ഒരു ടോപ്പും ഇട്ട് മുടി സ്മൂത്ത് ചെയ്യാൻ പോയി. ഫംഗ്ഷന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എനിക്ക് പോകുന്നത് ഇതിനു വേണ്ടിയാണ്. അങ്ങനെ ടൈമൊക്കെ എടുത്ത് മുടിയും സ്മൂത്ത് ചെയ്ത് ഗെറ്റ് റെഡി വിത്ത് മീയും കഴിഞ്ഞ് ഞാൻ ഫംഗ്ഷൻ ലുക്ക് കാണിക്കാം. അപ്പോൾ ബൈ.